നമ്മളൊരു സ്ഥലത്ത് ഫുഡ് വാങ്ങിച്ചത് കഴിക്കാൻ നിൽക്കുന്ന ടൈം ഒരാൾ വന്നിട്ട് അങ്ങോട്ട് നീങ്ങി നിൽക്കും. ഇനി അഥവാ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ പറയാം ഇങ്ങോട്ട് നീങ്ങി നിൽക്കും, ഇങ്ങോട്ട് നിന്ന് അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നു പറഞ്ഞ് നമുക്ക് എങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് തോന്നുക. ഈ ഒരു സംഭവം എനിക്കുണ്ടായി നമ്മുടെ പാവർട്ടി പള്ളിയിലാണ് കേട്ടോ. 50 ദിവസം നോമ്പെടുക്കുന്ന എല്ലാ ബുധനാഴ്ചയും നമുക്ക് പാവർട്ടി പള്ളിയിൽ നിന്ന് ഫുഡും അതുപോലെ കുർബാനയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഞാനും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ നിന്നപ്പോൾ ഒരാൾ വന്ന് വളണ്ടിയറാണ് വന്ന് പറയുന്ന കാര്യമാണ് അങ്ങോട്ട് നീങ്ങി നിൽക്കുക. നമ്മൾ ഫുഡ് മേടിച്ച് വരുന്ന ഒരു വഴിയാണ്, നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ട് കൂടില്ല. എനിക്കാണെങ്കിൽ അങ്ങോട്ട് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവർ ഇങ്ങനെ വെപ്രാളം കൂട്ടി 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 നമ്മൾ ഈ ഫുഡ് ചവച്ച് പോലും തിന്നില്ല, വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഈ സാധനം ചങ്കിൽ വിട്ട് കഴിഞ്ഞാൽ ആ ഹാളിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് വെള്ളം കിട്ടണം കണ്ടല്ലോ, നമ്മൾ പുറത്തേക്ക് പോകണം. കാരണം വെള്ളം വരാൻ ഹാളിൻ്റെ അകത്തില്ല. ശരിയാണ്, അവിടെ തിരക്കാണ്, ഭയങ്കര തിരക്കുണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് ഈ ഒരു ഫുഡ്, ഇത്രയും ഫുഡ് നമുക്ക് ഒരു മിനിറ്റ് കൊണ്ടൊന്നും ആർക്കും തിന്ന് കഴിയില്ല. അപ്പം അതൊന്ന് നോക്കിയിട്ട് വേണം ഈ വളണ്ടിയർമാരായാലും വേറെ ആരായാലും ഇങ്ങനെ നീങ്ങി നിൽക്കുന്നു പറയാനായിട്ട്. കാരണം നമുക്ക് ഇത്രയും ചൂടുള്ള ഫുഡ് വായിക്ക് ഒറ്റയടിക്ക് ആ പ്ലേറ്റോട് കമഴ്ത്താൻ പറ്റില്ല. നമ്മൾ ആനയൊന്നും അല്ലല്ലോ ഇങ്ങനെ തിന്നാനായിട്ട്. ചെറുപ്പം തൊട്ടേ ഇത് കാണുന്നതാണ് അവിടെ.